നമസ്കാരം, എല്ലാവർക്കും സോഷ്യോളജിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തേർഡ് ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നത്. സെക്കൻഡ് ചാപ്റ്റർ ഓൾറെഡി നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ തേർഡ് ചാപ്റ്റർ സാമൂഹിക സ്ഥാപനങ്ങളെ മനസ്സിലാക്കൽ, അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സ്ഥാപനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ചിലപ്പോൾ കയറി വരിക ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, ഇപ്പൊ ട്രഷറിയോ പഞ്ചായത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ അതിന്റെ മുന്നിൽ നമ്മൾ വേറൊരു രീതിയിൽ സോഷ്യോളജിയിലെ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ പറയുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലും സെക്കൻഡ് ചാപ്റ്ററിലും ഈ പറയുന്ന സൊസൈറ്റിയുമായിട്ട് അല്ലെങ്കിൽ വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധം എത്രത്തോളമാണ് ഉള്ളത്, അത് എങ്ങനെയാണ് പരസ്പരം ഇന്ററാക്റ്റീവ് ആവുന്നത്, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് പരസ്പര പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് രണ്ട് ചാപ്റ്ററുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും സമൂഹത്തിൽ എന്തുണ്ട്, ഓരോ സ്ഥാനമുണ്ട് എന്നുള്ളത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആ സ്ഥാനത്തെയാണ് അല്ലെങ്കിൽ ആ ഒരു പൊസിഷനെയാണ് നമ്മൾ സ്റ്റാറ്റസ് അല്ലെങ്കിൽ പദവി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പദവിയുടെ ഒരു പെരുമാറ്റത്തിന്റെ തലമാണ് നമ്മൾ എന്ത് പറഞ്ഞത്, റോൾ അല്ലെങ്കിൽ പങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതൊന്നും ഈ പറയുന്ന സ്റ്റാറ്റസും അല്ലെങ്കിൽ പങ്ക് എന്നും അല്ലെങ്കിൽ പദവി, പങ്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ തെരഞ്ഞെടുക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സിനിമ നടൻ, ഇപ്പൊ മോഹൻലാലോ മമ്മൂട്ടി ഇപ്പോൾ ഇന്നത്തെ സിനിമയിൽ ഒരു കള്ളനായിട്ട് അഭിനയിക്കുന്നു, നാളത്തെ സിനിമയിൽ ചിലപ്പോൾ ഒരു പോലീസുകാരനായിട്ട് അഭിനയിക്കുന്നു. അത് അയാൾ വേഷങ്ങൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മളുടെ പദവി അങ്ങനെ മാറാൻ പറ്റും? ഒരു ദിവസം നമ്മൾ അധ്യാപകൻ എന്നുള്ളത് നാളെ നമുക്ക് അധ്യാപകനല്ലാതെ കുട്ടിയാവാൻ പറ്റും? അങ്ങനെ ഒരിക്കലും പദവി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ ഈ പദവികളൊക്കെ നമുക്ക് ഈ പറയുന്ന സൊസൈറ്റിയിൽ നമുക്ക് പങ്കുവെച്ച് തരുന്നത്, അല്ലെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമുക്ക് തരുന്നത് ഈ പറയുന്ന സാമൂഹിക സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പം നമുക്ക് ഈ പറയുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അത് നമുക്ക് എന്തൊക്കെ തരുന്നുണ്ട്, നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ സാമൂഹിക നിയന്ത്രണം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് എന്ത്, അത് നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെയാണ് അത് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്, നമ്മളെ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അത് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചില സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള സാമൂഹിക സ്ഥാപനങ്ങൾ നമുക്ക് പാരിതോഷികങ്ങൾ തരുന്നുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ സാമൂഹിക സ്ഥാപനങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളും സൊസൈറ്റിയും എത്രത്തോളം ഇന്റർ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു, നമുക്ക് സമൂഹത്തിൽ ഒരു പദവി തരുന്നു, നമുക്കൊരു പങ്ക് തരുന്നു. ഇതിന്റെ എല്ലാം തന്നെ ക്രെഡിറ്റ് ഗോസ് ടു ആർക്കാണ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെങ്കിൽ സാമൂഹിക സ്ഥാപനങ്ങൾക്കാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ രാഷ്ട്രം പോലെയുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ രാഷ്ട്രം പോലെയുള്ള ഈ പറയുന്ന സ്ഥൂല സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്ഥൂല സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ മാക്രോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ, അല്ലെങ്കിൽ കുടുംബം, ഫാമിലി പോലെയുള്ള ഈ പറയുന്ന സൂക്ഷ്മ സാമൂഹിക സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മൈക്രോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ തന്നെ നമുക്ക് ഇതേ രീതിയിൽ പല പ്രേരണകളും നമുക്ക് തരാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ നിയന്ത്രിക്കാറുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഏത് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും സാമൂഹിക സ്ഥാപനങ്ങളും ചെയ്യാറുണ്ട്. ഈ ഒരു തേർഡ് ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ഈ പറയുന്ന 5 സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ്. ഏതൊക്കെയാണ് 5 സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യം. ഒന്നാമത്തതാണ് കുടുംബം എന്ന് പറയുന്നത്. അതിന്റെ കൂടെ തന്നെ അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ് വിവാഹം, മാരേജ്. ദെൻ അതേപോലെ തന്നെ ബന്ധുത്വം അല്ലെങ്കിൽ കിൻഷിപ്പ് എന്ന് പറയുന്നത്. ഫാമിലി, മാരേജ്, കിൻഷിപ്പ്, കുടുംബം, വിവാഹം, ബന്ധുത്വം എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തതാണ് എന്ത്, പൊളിറ്റിക്കലി ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ. ദെൻ മൂന്നാമത്തതാണ് എന്ത്, എക്കണോമിക്കൽ പരമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നാലാമത്തതാണ് എന്ത്, റിലീജിയൻ എന്ന് പറയുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മതം എന്ന് പറയുന്ന സാമൂഹിക സ്ഥാപനം. ദെൻ അഞ്ചാമത്തതാണ് എന്ത്, വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നെക്സ്റ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പം ഈ 5 സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഈ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ 5 സാമൂഹിക സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, കുടുംബം, വിവാഹം, ബന്ധുത്വം ഒന്ന്. രണ്ടാമത്തതാണ് രാഷ്ട്രീയം. മൂന്നാമത്തേത് ഏതാണ്, സാമ്പത്തിക ശാസ്ത്രം. നാലാമത്തത് മതം. അഞ്ചാമത്തത് റിലീജിയൻ അല്ലെ. ഈ 5 എണ്ണം അതൊരു വിശാലമായ അർത്ഥത്തില് എത്രത്തോളമാണ് അത് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് അല്ലെങ്കിൽ സാമൂഹിക സ്ഥാപനമായിട്ട് അല്ലെങ്കിൽ സാമൂഹിക സ്ഥാപനങ്ങളുടെ നിയമങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ ചട്ടങ്ങൾക്കും ആചാരങ്ങൾക്കും ക്രോഡീകരണത്തിനും അനുസരിച്ച് എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വ്യക്തികളെ നിയന്ത്രിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് സാമൂഹിക സ്ഥാപനങ്ങൾ മാറുന്നത്.
ദെൻ ഇതേപോലെയുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ വ്യക്തികളുടെ മേലെ നിയന്ത്രണം അടിച്ചേൽപ്പിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ അത് അതേ സമയം തന്നെ ഈ വ്യക്തികളുടെ മേൽ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന പോലെ തന്നെ അവർക്ക് അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവസരങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സാമൂഹിക സ്ഥാപനം എന്ന നിലയിൽ ഒരു ലക്ഷ്യമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ പറയുന്ന 5 സാമൂഹിക സ്ഥാപനങ്ങളെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കാണേണ്ടി വരും. കാരണം ഇതിപ്പോ ജനങ്ങള് കുടുംബത്തെയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ മതത്തെയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ ആണെന്നുണ്ടെങ്കിലും, എല്ലാത്തിനെയും, അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ വിദ്യാഭ്യാസത്തെ ആണെന്നുണ്ടെങ്കിലും, ഈ എല്ലാം നമ്മളൊരു ലക്ഷ്യമായിട്ടാണ് കാണുന്നത് അല്ലെ? എല്ലാം നമ്മളൊരു ലക്ഷ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു മതം എന്ന് പറയുന്നത് നമുക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കാനാണ്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ലക്ഷ്യം സാധിച്ചെടുക്കാനാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് പൊതുവെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഈ ലക്ഷ്യങ്ങൾ സ്വാധീകരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? സാമൂഹിക സ്ഥാപനങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോ അതിനകത്ത് ഈ സമൂഹശാസ്ത്രത്തിനകത്ത് അല്ലെങ്കിൽ സോഷ്യോളജിക്കകത്ത് ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ, ഇങ്ങനെയുള്ള സങ്കല്പങ്ങളെ കുറിച്ചിട്ട് നമുക്ക് അറിയാലോ. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പറഞ്ഞതാണ് 2 രീതിയിലുള്ള വ്യൂവേഴ്സ്, അല്ലെങ്കിൽ 2 രീതിയിലുള്ള സോഷ്യോളജിസ്റ്റുകൾ, അല്ലെങ്കിൽ 2 വിരുദ്ധ വീക്ഷണങ്ങൾ വെച്ച് പുലർത്തുന്ന ആൾക്കാരുണ്ട് എന്നല്ലേ? ഏതൊക്കെയാണ്? കോൺഫ്ലിക്റ്റ് തിയറിസ്റ്റും ഫങ്ഷണലിസ്റ്റ് തിയറിസ്റ്റും. അതായത് നിർവഹണവാദികളും സംഘടനവാദികളും അല്ലെ? അപ്പം ഇവര് എല്ലാ കാര്യത്തെയും, നേരത്തെ സമൂഹത്തെ എങ്ങനെയാണ് നോക്കിക്കണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. സമൂഹത്തെ ഫങ്ഷണലിസ്റ്റ് തിയറിസ്റ്റുകൾ ഈ പറയുന്ന കളക്റ്റീവ് ഐഡിയാസിന്റെയും സോഷ്യൽ സോളിഡാരിറ്റിയുടെയും ബേസിലാണെന്നുണ്ടെങ്കിൽ, കോൺഫ്ലിക്റ്റ് തിയറിസ്റ്റുകൾ ക്ലാസിന്റെയും ദെൻ അതേപോലെ തന്നെ ക്ലാസ് കോൺഫ്ലിക്റ്റിന്റെയും രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വർഗം സംഘടനം എന്ന രീതിയിൽ സംഘടനവാദികൾ സമൂഹത്തെ നോക്കിക്കണ്ടപ്പോൾ, ഈ പറയുന്ന നിർവഹണവാദികൾ ആശയപരമായ കൂട്ടായ്മ അല്ലെങ്കിൽ സാമൂഹിക ഐക്യം എന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? അത് നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അതേപോലെ തന്നെയാണ് സാമൂഹിക സ്ഥാപനങ്ങൾ നോക്കിക്കാണുന്നതിലും ഇങ്ങനെ ഒരു വിരുദ്ധ നിലപാടുള്ള വിഭാഗമാണ് നമ്മൾ നേരത്തെ പറയുന്ന ഫങ്ഷണലിസ്റ്റ് വ്യൂവേഴ്സും അതേപോലെ തന്നെ കോൺഫ്ലിക്റ്റ് വ്യൂവേഴ്സ് എന്ന് പറയുന്നത്. നിർവഹണവാദികൾ അവരുടെ കാഴ്ചപ്പാട് അതായിരിക്കില്ല. ദെൻ അതേപോലെ തന്നെ സംഘടനവാദികളുടെ കാഴ്ചപ്പാടും എന്തായിരിക്കില്ല? അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കും. അപ്പം നമ്മൾ സമൂഹത്തെ അതില് നിർവഹണവാദികൾ അല്ലെങ്കിൽ ഫങ്ഷണലിസ്റ്റ് വ്യൂസ് എന്താണ് അവർക്ക് ഈ പറയുന്ന എങ്ങനെയാണ് അവർ സാമൂഹിക സ്ഥാപനത്തെ വ്യാഖ്യാനിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സാമൂഹിക സ്ഥാപനത്തിന്റെ വ്യത്യസ്ത വീക്ഷണങ്ങളും ധാരണകളും ഉള്ളത് എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കാര്യം. അപ്പൊ നിങ്ങൾ ഒരു നിർവഹണവാദ വീക്ഷണം എങ്ങനെയാണ് ഈ പറയുന്ന ഫാമിലി, അല്ലെങ്കിൽ രാഷ്ട്രീയം, സാമ്പത്തികം, മതം, വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള സാമൂഹിക സ്ഥാപനങ്ങളെ എങ്ങനെയാണ് നിർവഹണവാദികൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ എമിലി ഡർക്കെയിമിനെ പോലെയും മാക്സ് വെബറിനെ പോലെയുള്ള ഫങ്ഷണലിസ്റ്റ് വ്യൂവേഴ്സ് എങ്ങനെയാണ് ഈ പറയുന്ന രീതിയിൽ ഇവരെ നോക്കിക്കാണുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതില് സമൂഹത്തിന് എന്തായാലും ആവശ്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്, നമുക്കും ആവശ്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ആ ആവശ്യങ്ങളൊക്കെ സമൂഹത്തിൽ ഉയർന്നു വരുന്ന സമയത്ത് ആ ആവശ്യങ്ങളൊക്കെ നമുക്ക് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആവശ്യങ്ങളൊക്കെ നമുക്ക് നിറവേറ്റണമെങ്കിൽ ചില സാമൂഹിക കീഴ്വഴക്കങ്ങളുണ്ട്. ചില വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് നിറവേറ്റും. അതേപോലെ ചില മൂല്യങ്ങളുടെയും ചില ധർമ്മബോധത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മളായിരിക്കും. ഇങ്ങനെയുള്ള ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, സമൂഹത്തിൽ ഉയർന്നു വരുന്ന ഈ പറയുന്ന എല്ലാ ആവശ്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുൾഫിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നിർവഹണവാദികൾ ഈ പറയുന്ന രീതിയിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സാമൂഹിക സ്ഥാപനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് സാമൂഹിക സ്ഥാപനങ്ങളായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് അത് സാമൂഹിക ആവശ്യങ്ങൾ എന്തൊക്കെയാണോ സമൂഹത്തിലുള്ള ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനാണ് എന്ത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങളെല്ലാം തന്നെ തൃപ്തിപ്പെടുത്താനാണ് എന്ത് ഈ പറയുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്നത്. അത് ഒഫീഷ്യലി അതായത് ഔപചാരികപരമായിട്ടുണ്ട്, അനൗപചാരികപരമായിട്ടുണ്ട്. ഫോർമൽ ആയിട്ടുള്ളതുകൊണ്ട് ഇൻഫോർമൽ ആയിട്ടുള്ള സാമൂഹിക സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഫോർമൽ ആയാലും ഇൻഫോർമൽ ആയാലും ഏത് ഈ പറയുന്ന ഔപചാരികവും അനൗപചാരികപരമായിട്ടുള്ള സാമൂഹിക സ്ഥാപനങ്ങളായാൽ പോലും അതെല്ലാം തന്നെ നമുക്ക് സമൂഹത്തിൽ ആവശ്യമായിട്ടുള്ള നമ്മളെ കാര്യങ്ങളെ അത് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് നിലനിൽക്കുന്നത്. അപ്പം ഇതിൽ നമുക്കറിയാം ഏതൊക്കെയായിരിക്കും അനൗപചാരികം, ഏതൊക്കെയായിരിക്കും ഔപചാരികപരമായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിൽ കുടുംബം അതേപോലെ തന്നെ മതം പോലെയുള്ളതൊക്കെ നമുക്ക് എന്താണ്, അതൊരു ഇൻഫോർമൽ ആയിട്ടുള്ളതാണ്. അതായത് അനൗപചാരികപരമായിട്ടുള്ള സാമൂഹിക സ്ഥാപനങ്ങളാണ്. അതേപോലെ തന്നെയാണ് നിയമം, അതേപോലെ തന്നെ വിദ്യാഭ്യാസം എല്ലാം തന്നെ നമുക്കൊരു ഫോർമൽ അല്ലെങ്കിൽ ഔപചാരികപരമായിട്ടുള്ള സാമൂഹിക സ്ഥാപനങ്ങളാണ് എന്നുള്ളതാണ്. അപ്പം സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് എമിലി ഡർക്കെയിമിനെയും അല്ലെങ്കിൽ മാക്സ് വെബറേയും പോലെയുള്ള ഫങ്ഷണലിസ്റ്റ് വ്യൂവേഴ്സിന് അല്ലെങ്കിൽ നിർവഹണവാദ വീക്ഷണക്കാർക്ക്
പറയാനുള്ളത് ഇത്രയും മാത്രമേ ഉള്ളൂ. എന്താണ്, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യന് അവന് സാമൂഹിക ആവശ്യങ്ങൾ ഉണ്ടാവും. ആ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സാമൂഹിക സ്ഥാപനങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അത് ഔപചാരികപരമായ സാമൂഹിക സ്ഥാപനം ഉണ്ടാവും, അനൗപചാരികപരമായ സാമൂഹിക സ്ഥാപനം ഉണ്ടാവും. ഔപചാരികം എന്ന് പറയുന്നത് ഈ പറയുന്ന നിയമവും വിദ്യാഭ്യാസമാണെന്നുണ്ടെങ്കിൽ, അനൗപചാരികം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, കുടുംബം, മതം പോലെയുള്ളതാണ് എന്നുള്ളതാണ് നിർവഹണവാദ വീക്ഷണം. ഇനി എന്താണ് സംഘടനവാദ വീക്ഷണം അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് വ്യൂ? എങ്ങനെയാണ് ഈ പറയുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള കുടുംബം, മതം അല്ലെങ്കിൽ വിവാഹം, ബന്ധുത്വം, സാമ്പത്തികം, രാഷ്ട്രീയം, ഇതിനെയൊക്കെ വിദ്യാഭ്യാസത്തിനൊക്കെ നോക്കിക്കണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യം. കോൺഫ്ലിക്റ്റ് വ്യൂവേഴ്സ് അല്ലെങ്കിൽ കാൾമാക്സിനെ പോലെയുള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല്, സമൂഹത്തിലെ എല്ലാ വ്യക്തികളും തുല്യർ അല്ല അല്ലെങ്കിൽ എല്ലാവരും ഈക്വൽ അല്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ആർക്കുള്ളത്, കോൺഫ്ലിക്റ്റ് തിയറിസ്റ്റിന് അല്ലെങ്കിൽ സംഘടനവാദികളുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം അത് ഇനി നമ്മൾ കുടുംബപരമായി എടുക്കുവാണെങ്കിൽ എല്ലാ കുടുംബങ്ങളും തുല്യരല്ല, അതല്ലെങ്കിൽ നമ്മൾ മതപരമായി എടുക്കുവാണെങ്കിൽ എല്ലാവരും മതത്തിൽ തുല്യരല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി എടുക്കുവാണെങ്കിൽ എല്ലാവരും രാഷ്ട്രീയത്തിൽ തുല്യരല്ല. അതേപോലെ തന്നെയാണ് ഈ പോലെ സാമ്പത്തികപരമായും എല്ലാവരും തുല്യരല്ല, നിയമപരിരക്ഷമായിട്ട് എല്ലാവരും തുല്യരല്ല, വിദ്യാഭ്യാസപരമായിട്ടും എല്ലാവരും തുല്യരല്ല. അപ്പം ഇങ്ങനെ സാമൂഹിക സ്ഥാപനങ്ങളും സമൂഹത്തിലെ എല്ലാ പ്രബല വിഭാഗങ്ങളും ആർക്കാണോ ഏറ്റവും വലിയ ഡോമിനൻസ് ഉള്ളത് അവരാണ് എന്ത് ചെയ്യുന്നത്, ആ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ എന്താണോ ആ താല്പര്യങ്ങളെയാണ് സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം. ഒരിക്കലും ഈ പറയുന്ന രീതിയിൽ ഏതൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിലും ആ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു വ്യക്തികളും ഈക്വൽ അല്ല, അൺഈക്വൽ ആണ്. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻസിന്റെ ബേസിൽ ഒരാളും തുല്യരല്ല എന്നുള്ളതാണ്. അപ്പം ഈ സമൂഹത്തിലുള്ള ഇങ്ങനെയുള്ള സാമൂഹിക സ്ഥാപനങ്ങള്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആരാണോ അവിടുത്തെ പ്രബല വിഭാഗങ്ങൾ എന്ന് പറയുന്നത്, ആ പ്രബല വിഭാഗത്തിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള പീപ്പിൾസിന്റെ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഈ പറയുന്ന എല്ലാ സാമൂഹിക സ്ഥാപനങ്ങളും, കുടുംബമാണെങ്കിലും മാരേജ് ആണെങ്കിലും ബന്ധുത്വമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും സാമ്പത്തിക ശാസ്ത്രമാണെങ്കിലും മതമാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ആര് പറയുന്നത്, ഈ പറയുന്ന സംഘടനവാദ വീക്ഷണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കാൾമാക്സിനെ പോലെയുള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യം. അപ്പം ഇങ്ങനെയുള്ള രീതിയിൽ ഇപ്പൊ നമ്മൾ വർഗപരമായിട്ട് എടുക്കുകയാണെങ്കിൽ, ക്ലാസ് ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ കാസ്റ്റ് ബേസ് ചെയ്താണ് എടുക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റി ഗോത്രപരമായിട്ടാണ് നമ്മൾ എടുക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ജെൻഡർ ലിംഗപരമായിട്ടാണ് നമ്മൾ എടുക്കുന്നെങ്കിൽ, എവിടെ നോക്കുകയാണെങ്കിലും ഈ എല്ലാത്തിലും നമുക്ക് ആരാണോ ഡോമിനൻസ് ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ആരാണോ പ്രബല വിഭാഗങ്ങളായിട്ടുള്ളത്, അത് പൊളിറ്റിക്കലി ആവാം, എക്കണോമിക്കലി ആവാം, ഇങ്ങനെയുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെല്ലാം തന്നെ ആര് സ്ഥാപിക്കുന്നുണ്ട്, അവരുടേതായിട്ടുള്ള ആധിപത്യം. ആരാണോ സമൂഹത്തിൽ പ്രബല വിഭാഗമായിട്ട് നിൽക്കുന്നത് അവരുടെ ഒരു ആധിപത്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരവിടെ സ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെ ആരാണോ ഭരിക്കപ്പെടുന്നത്, ഏതാണോ ഭരിക്കപ്പെടുന്ന ആളോ, അങ്ങനെയുള്ള ഭരണവർഗത്തിന്റെ ആശയങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അവിടെ സമൂഹത്തിന്റെ ആശയങ്ങളായിട്ട് മാറുന്നത്. ആ ആശയങ്ങൾ തന്നെയാണ് അവർ സമൂഹത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഏറ്റവും ഉയർന്ന വിഭാഗം ആരാണോ ആ ഉയർന്ന വിഭാഗത്തിന്റെ ആശയങ്ങൾ എന്താണോ അത് തന്നെയാണ് ആ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ എന്നുള്ള രീതിയിൽ അവരത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു സമൂഹത്തിന് ചില പൊതു ആവശ്യങ്ങളുണ്ട്. ആ പൊതു ആവശ്യങ്ങൾ എന്ന നിലയിൽ നിന്ന് അത് എല്ലാം തന്നെ എന്താണ്, വ്യത്യസ്തമായിട്ടുള്ളതാണ് എന്നുള്ളൊരു രീതിയിലാണ് ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം. അപ്പം ഈ ഒരു വ്യത്യസ്തതയാണ് ഈ പറയുന്ന രീതിയിൽ സാമൂഹിക സ്ഥാപനങ്ങളെ ആര് നോക്കി കാണുന്നത്, സംഘടനവാദികൾ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് തിയറിസ്റ്റുകൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യത്തെ ഇങ്ങനെയാണ് നോക്കി കാണുന്നത്. അപ്പം ഇതിനകത്ത് ഇങ്ങനെയുള്ള രണ്ട് രീതിയിലുള്ള വിരുദ്ധ വീക്ഷണങ്ങൾ നമ്മളിപ്പോ കണ്ടു അല്ലെ. ഈ പറയുന്ന നിർവഹണവാദ വീക്ഷണങ്ങൾ എന്താ പറഞ്ഞത്, സമൂഹത്തിലെ വ്യക്തികൾക്ക് സാമൂഹിക ആവശ്യങ്ങളുണ്ട്, അത് തൃപ്തിപ്പെടുത്തുന്നതിന് അതിനെ ഫുൾഫിൽ ചെയ്യുന്നതിനാണ് സാമൂഹിക സ്ഥാപനങ്ങൾ എന്നാണ് പറഞ്ഞത്. അത് ഔപചാരികമുണ്ട് അനൗപചാരികമുണ്ട്, ഫോർമലുണ്ട് ഇൻഫോർമലും ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ സംഘടനവാദികൾ എന്താ പറഞ്ഞത്, സമൂഹത്തിലെ ഒരാളും തുല്യരല്ല. സമൂഹത്തിലെ ഏതൊരു സാമൂഹിക സ്ഥാപനം എടുക്കുവാണെങ്കിലും ആ സാമൂഹ്യ സ്ഥാപനങ്ങളിലെ ആരാണോ ഏറ്റവും പ്രബല വിഭാഗമായിട്ടുള്ള ആൾക്കാര് അവരുടെ താല്പര്യങ്ങൾ എന്താണോ ആ താല്പര്യങ്ങൾ ആ സമൂഹത്തിന്റെ താല്പര്യങ്ങളായിട്ട് സംരക്ഷിച്ചു പോരുകയാണ് ഇത്രയും കാലം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു രണ്ട് വീക്ഷണങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നിർവഹണവാദ വീക്ഷണവും സംഘടനവാദ വീക്ഷണം എന്ന് പറയുന്ന ഒരു കാര്യം. ഇനി നമുക്ക് ഇത് പറയാനുള്ളത് സാമൂഹിക സ്ഥാപനങ്ങൾ എങ്ങനെയാണ് നമ്മളെ പോലെയുള്ള വ്യക്തികളെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് അവസരങ്ങൾ നൽകുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. ഇപ്പൊ നമുക്കറിയാം സാമൂഹിക സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ആദ്യത്തെ സാമൂഹിക സ്ഥാപനം നമ്മൾ പറഞ്ഞു എന്താണ്, കുടുംബം, വിവാഹം, ബന്ധുത്വം അല്ലെ, ഫാമിലി, മാരേജ്, കിൻഷിപ്പ് എന്ന് പറയുന്നതാണ്.
ഇതില് ഒരു പക്ഷേ കുടുംബത്തെ പോലെ അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയുന്നത് കുടുംബത്തെ പോലെ അത്രയും ഒരു സ്വാഭാവികമായിട്ട് മറ്റ് ഏതൊരു സ്ഥാപനത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സാമൂഹിക സ്ഥാപനമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. കുടുംബത്തെ പോലെ സ്വാഭാവികമായ മറ്റൊരു സാമൂഹിക സ്ഥാപനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ വേണ്ടിയിട്ട് പറ്റുകയില്ല എന്നുള്ളതാണ്. കാരണം സമൂഹത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഏറ്റവും ഒരു അടിസ്ഥാന യൂണിറ്റ് ആണ് എന്ത്, ഫാമിലി അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്നത്. കാരണം സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൈമറി ഗ്രൂപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രാഥമിക ഗണമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? അതാണ് ഏത്, കുടുംബം എന്ന് പറയുന്ന ഒരു കാലം. കാരണം മനുഷ്യന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള, അതായത് ഇത്രയും സാമൂഹിക സ്ഥാപനങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട് അല്ലെ, കുടുംബം, അതേപോലെ തന്നെ രാഷ്ട്രീയം, അതേപോലെ തന്നെ എക്കണോമിക്സ്, അതേപോലെ തന്നെ മതം, വിദ്യാഭ്യാസം ഒക്കെ എടുക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഒരു സാമൂഹിക സ്ഥാപനമാണ് ഏത്, കുടുംബം എന്ന് പറയുന്ന സാമൂഹിക സ്ഥാപനം. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഏറ്റവും പഴക്കം നിന്നിട്ടുള്ള ഒരു ആണ്. കാരണം കുടുംബത്തെ പോലെ തന്നെ അത് എല്ലായിടത്തും, ഈ പറയുന്ന ലോകത്തെ എവിടെ എടുത്തു കഴിഞ്ഞാലും അത് എല്ലായിടത്തും ഒരേപോലെ, സാർവത്രികമായിട്ട് ലോകത്തെ എല്ലായിടത്തും ഒരേപോലെ നമുക്ക് എന്ത് ചെയ്യും, മാറ്റമില്ലാത്ത രീതിയിൽ, കുടുംബം എന്ന് പറയുന്നത് അച്ഛനമ്മ കുട്ടികൾ അടങ്ങുന്ന രീതിയിൽ മാറ്റമില്ലാത്തതായിട്ടുള്ള മറ്റൊരു സാമൂഹിക സ്ഥാപനം വേറെ ഉണ്ടാവുകയില്ല. ബാക്കി സാമൂഹിക സ്ഥാപനങ്ങളിലൊക്കെയുള്ള പല രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ കുടുംബം എന്ന് പറയുന്ന സാമൂഹിക സ്ഥാപനം നമുക്ക് ലോകത്തെ എല്ലായിടത്തും കാണാൻ വേണ്ടിയിട്ട് പറ്റുകയും ആ സാമൂഹിക സ്ഥാപനത്തിൽ ഇത്രയും മനുഷ്യന്റെ ചരിത്രത്തിൽ ഇത്രയും കാലപ്പഴക്കമുള്ള ഒരു സാമൂഹിക സ്ഥാപനമായിട്ടും ഒരു രീതിയിലുള്ള മാറ്റവും കാര്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുകയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതില് കുടുംബം, അതേപോലെ തന്നെ വിവാഹം, അതേപോലെ തന്നെ ബന്ധുത്വം തുടങ്ങിയിട്ടുള്ളത് എല്ലാം തന്നെ എല്ലാ സമൂഹങ്ങളിലും വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ്. അത് നമ്മളെ ഈ പ്രിമിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫ്യൂഡൽ കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലും മോഡേൺ പീരീഡിൽ ഏത് കാലഘട്ടത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന കുടുംബവും വിവാഹവും ബന്ധുത്വം എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ നമുക്ക് എല്ലാ സമൂഹത്തിലും എന്താണ്, വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വ്യത്യസ്ത സമൂഹങ്ങൾ ചിലപ്പോൾ അതെന്തായിരിക്കാം, വ്യത്യസ്ത സ്വഭാവമായിരിക്കും അതിനുണ്ടാവുക. പഴയ കാലത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുടുംബം ഉണ്ടാകും, പക്ഷെ ഇപ്പൊ കാണുന്ന രീതിയിലുള്ള ഒരു കുടുംബമായിരിക്കില്ല പഴയ കാലത്ത് ഉണ്ടാവുക. എന്നാലും കുടുംബം ഉണ്ടായിരിക്കും. ആ സമൂഹത്തിനനുസരിച്ച് വ്യത്യസ്തമായ സമൂഹങ്ങളിൽ വ്യത്യസ്തമാകുന്ന രീതിയിൽ തന്നെയാണ് എന്തുള്ളത്, കുടുംബം ഉള്ളത്. അപ്പം കുടുംബം എന്ന് പറയുന്നത് ഒരു സ്വകാര്യ മണ്ഡലമാണല്ലേ, എല്ലാ വ്യക്തികളുടെയും ഒരു സ്വകാര്യ മണ്ഡലമാണ് എന്ന് പറയുന്നത് കുടുംബം എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു സ്വകാര്യ മണ്ഡലം ഈ പറയുന്ന സാമ്പത്തികവും രാഷ്ട്രീയവും അല്ലെങ്കിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള ബാക്കി ആയിട്ടുള്ള എല്ലാം പൊതുമണ്ഡലങ്ങളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ സാമ്പത്തികം എന്ന് പറയുന്നത് പൊതുമണ്ഡലമാണ്, എല്ലാവരുമായി ബന്ധപ്പെടുന്ന മണ്ഡലമാണ്. ദെൻ അതേപോലെ തന്നെ സാംസ്കാരികം എല്ലാവരുമായി ബന്ധപ്പെടുന്നതാണ്, രാഷ്ട്രീയം വിദ്യാഭ്യാസം ഒക്കെ ബന്ധപ്പെടുന്നതാണ്. അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നതാണ് എന്ത്, കുടുംബം എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു സ്വകാര്യമാണ് അല്ലെങ്കിൽ സ്വകാര്യ മണ്ഡലമാണ്. അത് ഈ പറയുന്ന പൊതുമണ്ഡലങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ നിർവഹിക്കുന്നത് അല്ലെങ്കിൽ ഫാമിലിയുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി നിർവഹിക്കുന്നത് അത് നിർവഹണവാദികളുടെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഫംഗ്ഷണലിസ്റ്റ് തിയറിസ്റ്റുകളുടെ ഒരു അഭിപ്രായത്തിൽ അത് സമൂഹത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തെല്ലാമാണോ ആ അടിസ്ഥാന ആവശ്യങ്ങൾ ഈ പറയുന്ന പ്രൈമറി യൂണിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൈമറി ഗ്രൂപ്പ് ആയിട്ടുള്ള ഈ പറയുന്ന പ്രാഥമിക ഗണമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കാലപ്പഴക്കം ചെന്ന സാമൂഹിക സ്ഥാപനമായിട്ടുള്ള കുടുംബം നിറവേറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അത് നിലനിർത്താന് അല്ലെങ്കിൽ അത് അങ്ങനെ നിലനിർത്തി പോരാനും ആര് സഹായിക്കുന്നുണ്ട്, കുടുംബം സഹായിക്കുന്നുണ്ട്. അപ്പം ആധുനിക വ്യാവസായിക സമൂഹങ്ങളിലൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ, ആധുനിക വ്യാവസായിക സമൂഹത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ ആധുനിക വ്യവസായത്തില് സ്ത്രീകള് കുടുംബം പരിപാലിക്കുന്ന രീതിയിലേക്കാണ് വരുന്നത്. സ്ത്രീകളാണ് കുടുംബം നോക്കി നടത്തുന്നത്. പുരുഷന്മാരെന്താണ്, കുടുംബത്തിന്റെ ഉപജീവന മാർഗം അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ട് സമ്പാദിക്കാനുള്ളത് ആർക്കാണ്, പുരുഷന്മാർക്കാണ് എന്നുള്ളതാണ് ആര് പറയുന്നത്, നിർവഹണവാദ വീക്ഷണങ്ങള് അല്ലെങ്കിൽ ഈ പറയുന്ന ഫംഗ്ഷണലിസ്റ്റ് വ്യൂവേഴ്സ് പറയുന്ന ഒരു കാര്യം. കാരണം ഒരു വ്യാവസായിക സമൂഹത്തില് ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഏറ്റവും സജ്ജമായിട്ടുള്ള കുടുംബം എന്ന് പറയുന്നത് ഏതാണ്, അണുകുടുംബം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്ന സംഭവമാണ്. എന്താണ് ന്യൂക്ലിയർ ഫാമിലി എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അച്ഛനും അമ്മയും കല്യാണം കഴിക്കാത്ത കുട്ടികളും ഉള്ളതാണ് എന്ത്, ന്യൂക്ലിയർ ഫാമിലി അല്ലെങ്കിൽ അണുകുടുംബം എന്ന് പറയുന്നത്. അപ്പൊ വ്യാവസായിക സമൂഹത്തിൽ ഏറ്റവും സജ്ജമായിട്ടുള്ള ഒരു കുടുംബം എന്ന് പറയുന്ന ഏത് കുടുംബമാണ്, ഈ പറയുന്ന അണുകുടുംബമായിട്ടുള്ളതാണെന്നാണ് ആരുടെ അഭിപ്രായം, ഫംഗ്ഷണലിസ്റ്റ് വ്യൂസിന്റെ അല്ലെങ്കിൽ നിർവഹണവാദികളുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയിലെ പോലെയുള്ള പഠനങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്
വ്യാവസായിക മാതൃകയിലുള്ള സമ്പദ് വ്യവസ്ഥയിൽ ഇങ്ങനെ ഒരു വ്യാവസായിക എക്കണോമി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഇൻഡസ്ട്രിയൽ എക്കണോമി നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇവിടെ കുടുംബങ്ങളാകേണ്ട ആവശ്യകത ഇല്ല എന്നുള്ള സൂചനകളാണ് ഇന്ത്യയിലെ പഠനങ്ങൾ, ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകൾ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം. കാരണം എന്താന്ന് പറഞ്ഞാല്, അണുകുടുംബത്തില് മുതിർന്ന ഒരാൾ പുറത്തു പോയി ജോലി ചെയ്യാൻ കഴിയുമ്പോൾ മുതിർന്ന രണ്ടാമത്തെ ആൾ എന്ത് ചെയ്യാണ്, വീടിനെയും കുട്ടികളെയും ശ്രദ്ധിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നിർവഹണവാദികൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യം. അതായത് അച്ഛൻ പുറത്തു പോയി ജോലി ചെയ്യുന്ന സമയത്ത് അമ്മയ്ക്ക് കുട്ടികളെയും മറ്റും നോക്കാൻ പറ്റും, അല്ലെങ്കിൽ വീടിനെ നോക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് നിർവഹണവാദികളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഫങ്ഷണലിസ്റ്റ് വ്യൂവേഴ്സ് പറയുന്ന ഒരു കാര്യം. അതൊരു പ്രായോഗികമായിട്ട് സംഭവിക്കും എന്നുള്ള രീതിയിലാണ് ഫങ്ഷണലിസ്റ്റ് വ്യൂവേഴ്സ് അത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷെ ഇത് അണുകുടുംബത്തിന്റെ ഒരു എന്താ പറയുന്നത്, ഒരു ജെൻഡർ ഇനിക്വാളിറ്റി അല്ലെങ്കിൽ ലിംഗാടിസ്ഥാനത്തിലുള്ള ഒരു ഡിവിഷൻ ഓഫ് ലേബർ, തൊഴിൽ വിഭജനം എന്ത് ചെയ്യുന്നുണ്ട്, 100% അവിടെ കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെയുള്ള അണുകുടുംബത്തില് മുതിർന്ന വിഭാഗത്തിൽ ഇപ്പോൾ പുരുഷൻ ജോലിക്ക് പോവുകയും സ്ത്രീ കുട്ടികളെ നോക്കുകയും എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ഒരു ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം കൊണ്ടുവരുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഭർത്താവ് കുടുംബം പോറ്റുന്ന ആൾ, അതായത് സജീവ ധർമ്മം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റൽ ആയിട്ടുള്ള ആൾ എന്നുള്ള രീതിയിലും, ഭാര്യ എന്ന് പറയുന്നത് വീട്ടുകാര്യങ്ങൾ നോക്കുന്ന ഒരു വൈകാരികപരമായിട്ടുള്ള ധർമ്മം സ്വീകരിക്കുന്ന ആൾ എന്നുള്ള രീതിയിലേക്ക് മാറുന്നുണ്ട്. അത് ഒരു ജെൻഡർ ഇനിക്വാളിറ്റീസ് ആണ്, അല്ലെങ്കിൽ ജെൻഡർ ഇനിക്വാളിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിവിഷൻ ഓഫ് ലേബർ, ഒരു തൊഴിൽ വിഭജനമാണ് എന്നുള്ള രീതിയാണ് അതിനകത്ത് പറയുന്ന ഒരു കാര്യം. കാരണം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ന്യൂക്ലിയർ ഫാമിലി അല്ലെങ്കിൽ അണുകുടുംബം എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനത്തിന് കാരണമാകുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഇതിനകത്തുണ്ട് എന്നും കൂടി ആര് പറയുന്നുണ്ട്, നിർവഹണവാദികൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെ മാക്സ് വെബറിനെ പോലെയും അല്ലെങ്കിൽ എമിലി ഡെർക്കിനെ പോലെയുള്ള ഫങ്ഷണലിസ്റ്റ് വ്യൂവേഴ്സ് അവർ ഈ വീക്ഷണം ചോദ്യം ചെയ്യപ്പെടേണ്ടത് അതിന്റെ ഒരു കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അവർ പറയുന്നത് ലിംഗപരമായ ഒരു എന്തുണ്ട്, അനീതി, ഇൻജസ്റ്റിസ് അതിനകത്ത് കാണുന്നുണ്ട്. ഈ പറയുന്ന ജെൻഡർ ഇനിക്വാളിറ്റി അല്ലെങ്കിൽ ഇൻജസ്റ്റിസ് അതിനകത്ത് കാണുന്നുണ്ട്. മാത്രമല്ല നമ്മളുടെ ഒരു സംസ്കാരവും ചരിത്രവും ഒക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അതിന്റെ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് നമുക്ക് കാണിക്കുന്നത്. കാരണം അറ്റ് പ്രസന്റ് സൊസൈറ്റി എടുക്കുവാണെങ്കിൽ, ഒരു സമകാലിക സമൂഹം എടുക്കുവാണെങ്കിൽ ധാരാളം സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ സ്ത്രീകള് വീട്ടിൽ നിന്നും പുറത്തു പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ സമ്പാദിക്കുന്നതുമായിട്ട് നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെ? ഇഷ്ടംപോലെ സ്ത്രീകൾ, പ്രത്യേകിച്ച് ഈ പറയുന്ന ടെക്സ്റ്റൈൽസ് വിപണിയിൽ അല്ലെങ്കിൽ വസ്ത്ര കയറ്റുമതി പോലെയുള്ള വ്യവസായങ്ങളിൽ വലിയൊരു വിഭാഗവും ഏറ്റവും കൂടുതൽ സ്ത്രീയുടെ ശക്തി തന്നെയാണ്, അല്ലെങ്കിൽ സ്ത്രീകൾ തന്നെയാണ് ജോലി ചെയ്യുന്ന ഒരു കാര്യം. അവിടെ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ജെൻഡർ ഇനിക്വാളിറ്റി അല്ലെങ്കിൽ ലിംഗപരമായിട്ടുള്ള ഒരു വേർതിരിവ് ഈ പറയുന്ന രീതിയിൽ പുരുഷ മേധാവിത്വം അല്ലെങ്കിൽ പുരുഷൻ വീടിന്റെ മേധാവിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. കാരണം ഇത് ശരിയായി കൊള്ളണമെന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇനി ഞാൻ താഴെ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കാര്യം. എപ്പോഴും പുരുഷൻ തന്നെ ഈ പറയുന്ന വീടിന്റെ ഒരു മേധാവിയാകണം എന്നില്ല എന്നുള്ള ഒരു കാര്യത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്തതായിട്ട് തൊട്ട് താഴെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കാര്യം. അത് ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമിന് ചോദിക്കാറുണ്ട്, ഇങ്ങനെ പുരുഷ മേധാവിത്വ കുടുംബങ്ങൾ മാത്രമാണോ ഉള്ളത്, അതോ ഈ പറയുന്ന രീതിയിൽ ഫീമെയിൽ ഹെഡഡ് ഹൗസ് ഹോൾഡ്സുകൾ അല്ലെങ്കിൽ സ്ത്രീകൾ കുടുംബനാഥയായിട്ടുള്ള വീടുകളും ഇല്ലേ എന്നുള്ളതാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പുരുഷന്മാര്, ഇപ്പൊ നമുക്കറിയാം നമ്മളെ നാട്ടിലേക്ക് ഇഷ്ടം പോലെ ഭായിമാര് അവരുടെ ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്, അല്ലെ? ഇഷ്ടം പോലെ ഭായിമാര് നമ്മളെ നാട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്, ഈ മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് അല്ലെങ്കിൽ UP തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ. അപ്പം ഇങ്ങനെ പുരുഷന്മാര് നഗരത്തിലേക്ക് കുടിയേറിയിട്ട് അവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കുടിയേറി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്ത്രീകൾ എന്ത് ചെയ്യാണ്, ഇവരിവിടെ വന്നാൽ നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ നമ്മുടെ നാട്ടിൽ ഭായിമാര് വന്നു കഴിഞ്ഞാൽ അവര് ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് 2 വർഷം 4 വർഷം 5 വർഷമൊക്കെ കഴിഞ്ഞിട്ടേ പോവുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊല്ലം എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ മാത്രം പോവുള്ളൂ. ആ സമയത്ത് അവരുടെ കുടുംബം പോറ്റുന്നത് ആരാണ്? അവിടുത്തെ സ്ത്രീകളായിട്ടുള്ള ആൾക്കാരാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ നാട്ടിലെ ഈ പറയുന്ന കൃഷി സ്ഥലത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്, നിലം ഉഴുതുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഈ സ്ത്രീകൾ നിർബന്ധിതരായിട്ട് മാറുന്നുണ്ട്. പലപ്പോഴും അവരെന്ത് ചെയ്യുന്നുണ്ട്, അവര് കുടുംബത്തിന്റെ അതായത് ഒറ്റ അന്നദാതാവായിട്ട് മാറുകയാണ്. അവരാണ് എന്ത് ചെയ്യുന്നത്, ആ കുടുംബത്തിന് അന്നം കൊടുക്കുന്നത്. സംഭവം ഇവിടെ ഇവര് എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് പൈസ അയക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്. എന്നാലും ഇങ്ങനെ ജോലിക്ക് വരുന്ന സമയത്ത് ആ വീടിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും അല്ലെങ്കിൽ ആ വീടിന്റെ ഒരു ഹെഡഡ് പേഴ്സൺ അല്ലെങ്കിൽ അതിന്റെ ഒരു മേധാവി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു അന്നദാതാവ് എന്ന രീതിയിൽ ആര് മാറുകയാണ്, സ്ത്രീകൾ മാറുന്നുണ്ട് എന്നുള്ളതാണ്
അതിന്റെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം അത്തരം കുടുംബങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ത്രീകൾ കുടുംബനാഥയായ വീടുകൾ അല്ലെങ്കിൽ ഫീമെയിൽ ഹെഡഡ് ഔട്ട്സോഴ്സുകൾ എന്നുള്ളത് പറയുന്നത്. പലപ്പോഴും നമുക്കറിയാം വിധവകൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് വിധവകൾ അല്ലെങ്കിൽ വിഡോസ് എന്ന് പറയുന്ന വിഭാഗം. അപ്പൊ വിധവകൾ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ആ കുടുംബത്തിന്റെ കുടുംബഭാരം ഏറ്റെടുക്കുന്നുണ്ടായി വരുന്നുണ്ട്. ചിലപ്പോൾ ഭർത്താവ് എന്ത് ചെയ്യാം, ഭർത്താവ് രണ്ടാമത് വിവാഹം കഴിച്ചു പോവുകയായാലും ഭാര്യയ്ക്കും കുട്ടികൾക്കും ചിലപ്പോൾ ചെലവിന് കൊടുക്കുകയും ചെയ്യുമ്പോഴും കുടുംബത്തിന്റെ ഒരു നേതൃത്വം ഏറ്റെടുക്കാൻ ആളില്ലാത്ത അവസ്ഥയായിരിക്കും. ആ നേതൃത്വം ആരാണ് ഏറ്റെടുക്കുന്നത്, അത് ഇതേപോലെയുള്ള വിഡോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, കുടുംബഭാരം ഏറ്റെടുക്കുന്നത് ആരായിരിക്കും, അവിടുത്തെ വിധവകൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള വിധവകളൊക്കെ ഈ കുടുംബഭാരം ഇതേപോലെ ഏറ്റെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവര് ഫീമെയിൽ ഹെഡഡ് ഹൗസ് ഹോൾഡ്സുകൾ അല്ലെങ്കിൽ സ്ത്രീകൾ കുടുംബനാഥയായ വീടുകളായിട്ട് ആ വീടുകളൊക്കെ മാറുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം ഇതിനകത്ത് പറയുന്നുണ്ട് മഹാരാഷ്ട്രയിലും അതേപോലെ തന്നെ വടക്കൻ ആന്ധ്രാപ്രദേശും എടുത്തു കഴിഞ്ഞാൽ, മഹാരാഷ്ട്ര എന്ന് പറയുന്ന സംസ്ഥാനത്തിലും അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിന്റെ വടക്ക് ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവിടുത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ഗോത്രവർഗ വിഭാഗങ്ങളായിട്ടുള്ള ഈ പറയുന്ന ഗോത്രവർഗ വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഗോത്രവർഗ സമുദായങ്ങളായിട്ടുള്ള കോലം എന്ന് പറയുന്ന ഗോത്രവിഭാഗമുണ്ട്. കോലം, ഈ കോലം ഗോത്രവിഭാഗത്തില് അവർക്കിടയിൽ അവിടെ ആണുണ്ടെങ്കിലും ആ സമൂഹത്തിൽ ആണുണ്ടെങ്കിലും ആ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ ആണുണ്ടെങ്കിലും അവിടുത്തെ വീടുകളുടെ കുടുംബനാഥകളാണ് അല്ലെങ്കിൽ സ്ത്രീകൾ കുടുംബനാഥയായ വീടുകളാണ് ഏത്, ട്രൈബൽ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള മഹാരാഷ്ട്രയിലെയും ആന്ധ്രാപ്രദേശിലുമുള്ള കോലം പോലെയുള്ള ഗോത്ര വിഭാഗത്തിൽ അല്ലെങ്കിൽ ആദിവാസികളുടെ ഇടയിൽ അവര് തന്നെയാണ് ഇത് കുടുംബനാഥകൾ ആയിട്ടുള്ള വീടുകൾ ഉള്ളത്. അപ്പം ഇങ്ങനെ പുരുഷ ഡോമിനൻസ് മാത്രമല്ല സ്ത്രീകൾ ഫീമെയിൽ ഹെഡഡ് ഹൗസ് ഹോൾഡ്സുകളും എന്തുണ്ട് ഇപ്പോഴും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. എക്സാമ്പിൾ ആണ് ഇത് മഹാരാഷ്ട്രയും അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെയും ആദിവാസി വിഭാഗങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഗോത്രവർഗ വിഭാഗങ്ങൾ ട്രൈബൽ കമ്മ്യൂണിറ്റീസിലെ കോലം വിഭാഗത്തിൽ പെടുന്ന വിഭാഗങ്ങളൊക്കെ. അത് കൂടാതെ നമ്മൾ പറഞ്ഞു ജോലിക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് സ്ത്രീകൾ ഫീമെയിൽ ഹെഡഡ് ഹൗസ് ഹോൾഡ്സുകൾ ആവുന്നുണ്ട്. അതേപോലെ തന്നെ വിധവകളായിട്ടുള്ള സ്ത്രീകളും എന്ത് ചെയ്യുന്നുണ്ട്, ഫീമെയിൽ ഹെഡഡ് ഹൗസ് ഹോൾഡ്സുകൾ ആകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ദ വേരിയേഷൻ ഓഫ് ഇൻ ഫാമിലി ഫോംസ് ആണ്. കുടുംബത്തിന്റെ രൂപത്തിലുള്ള വ്യത്യാസങ്ങളാണ് നമുക്ക് അതിനകത്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യം. ഇതില് നമുക്കറിയാം അണുകുടുംബം എന്താണെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു. അണുകുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ അമ്മ വിവാഹം കഴിക്കാത്ത കുട്ടികളുള്ള കുടുംബമാണ്. കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ ഒരു 3 തലമുറ 3 ജനറേഷൻ ഉള്ള ഒരു കുടുംബമാണ്. അപ്പം അതിന്റെ ഒരു പ്രധാന ചർച്ചാ വിഷയം നടക്കുന്നുണ്ട്. കാരണം എന്താണ്, ഇന്ത്യയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ അണുകുടുംബത്തിൽ നിന്ന് കൂട്ടുകുടുംബത്തിലേക്കുള്ള ഒരു മാറ്റം ഇതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഒരു പ്രധാന ചർച്ചാ വിഷയം അങ്ങനെയാണ്. കാരണം കൂട്ടുകുടുംബങ്ങള് അതിവേഗം ഇല്ലാതായി കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പൊതുധാരണ ഇന്ത്യയിൽ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ 3 തലമുറയുള്ള കുടുംബം ഇല്ലാതായിട്ട് അണുകുടുംബമായിട്ട്, അതായത് അച്ഛനും അമ്മയും കല്യാണം കഴിക്കാത്ത കുട്ടികൾ എന്നുള്ള രീതിയിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതൊരു എന്താ പറയുന്നത്, ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ ഒരു സാമാന്യ ധാരണ രീതിയിലുള്ള ആണ് എന്നുള്ളതാണ് സോഷ്യോളജി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം അങ്ങനെ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയാണ് സോഷ്യോളജി മുന്നിട്ട് കാണിക്കുന്ന ഒരു കാര്യം. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അണുകുടുംബങ്ങൾ ഇന്ത്യയിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ വന്നൊന്നല്ല. ആദ്യ കാലഘട്ടം മുതൽ എന്തുണ്ട്, അണുകുടുംബങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഏറ്റവും താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ഡിപ്രസ്ഡ് ആയിട്ടുള്ള ജാതികളിൽ, ഏറ്റവും താഴേക്കിടയിലുള്ള ജാതികളിൽ എന്തുണ്ടായിരുന്നു, വർഗങ്ങൾക്കും ഇടയിലും ഈ രീതിയിലുള്ള അണുകുടുംബങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം കുടുംബങ്ങളുടെ എണ്ണം കുത്തനെ കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ കുത്തനെ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള AM ഷായുടെ അഭിപ്രായം. 1947 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയിൽ കൂട്ടുകുടുംബങ്ങളുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് AM ഷാ അഭിപ്രായപ്പെടുന്നത്. ആള് പറയുന്നത് ആളുടെ ഒരു പഠനത്തിൽ 1940-50 കാലഘട്ടത്തിൽ നിന്നും 1980-85ലേക്ക് 41-50 കാലഘട്ടത്തിൽ നിന്നും 80-85ലേക്ക് എടുക്കുമ്പോൾ അവിടെയൊക്കെ പുരുഷന്മാരുടെ ആയുർദൈർഘ്യം, എന്താ ആയുർദൈർഘ്യം എന്ന് പറഞ്ഞാല് നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. അതൊരു സാങ്കല്പിക കൺസെപ്റ്റ് ആണ്, നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കും എന്നുള്ളത്. അപ്പം AM ഷായുടെ ഒരു കൺസെപ്റ്റ് പറയുന്നത് ഈ കാലഘട്ടത്തില് 40-50 1941-50 വർഷങ്ങളിൽ എന്തുണ്ടായിട്ടുണ്ട്, പുരുഷന്മാര് 32.5 വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൽ നിന്ന് മാറി 81-85 വന്നപ്പോഴേക്ക് എത്രയായി, പുരുഷന്മാരെ 55.4 വയസ്സ് വരെ ജീവിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. അതേപോലെ തന്നെയാണ് സ്ത്രീകളും. അവരെന്ത് ചെയ്യുന്നുണ്ട്,
പണ്ട് അവര് സ്ത്രീകള് 1941-51 കാലഘട്ടത്തിൽ 31.7 വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളൂ. എന്നാൽ അവരൊരു 81-85 ആയപ്പോഴേക്കും അവർ 55 മുതൽ വർഷം വരെ ജീവിക്കാനുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ആയുർദൈർഘ്യം അവരിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിന് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഏതൊരു കുടുംബത്തിലും എന്തുണ്ട്, 60 വയസ്സിന് മുകളിലുള്ള വൃദ്ധജനങ്ങള്, അത് പെണ്ണായാലും ആണായാലും 60 വയസ്സിനുള്ള വൃദ്ധജനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ജനസംഖ്യയിൽ വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇമ്പാക്ട് ചെയ്യും, നല്ല രീതിയിൽ അത് എഫക്ട് ചെയ്യും എന്നുള്ളതാണ്. കാരണം ജനസംഖ്യയിൽ നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ അറിയുന്നുണ്ട്, വയസ്സായവർക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, പെൻഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ. കേരളത്തിൽ 600 ഉള്ളത് ഇപ്പൊ 1400 ആക്കി, 1500 ആക്കി. അതേപോലെ വയോജന കേന്ദ്രങ്ങളുണ്ട്, ഇവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ വന്നിരിക്കാനുള്ള കേന്ദ്രങ്ങൾ. ഇതിനൊക്കെ ഫണ്ടുകളൊക്കെ എവിടെ മാറ്റിവെക്കണം, ഗവൺമെന്റ് മാറ്റിവെക്കേണ്ടി വരും വൃദ്ധന്മാരായിട്ടുള്ള ആൾക്കാർ കൂടുന്ന സമയത്ത്. പക്ഷെ അവർക്ക് സമൂഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർ ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ജീവിക്കുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ വരുന്ന ഇതപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ വയസ്സായിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ജോയിന്റ് ഫാമിലി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഏത് തരത്തിലുള്ള കുടുംബം എടുക്കുകയാണെങ്കിലും അവിടെ പ്രായം ചെന്നിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ വയസ്സായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ വൃദ്ധരായിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് എം ഷായുടെ അഭിപ്രായം എന്ന് പറയുന്നത്. ഭൂരിഭാഗം പേരും താമസിക്കുന്നത് അപ്പം ഈ പറയുന്ന ജോയിന്റ് ഫാമിലി അല്ലെങ്കിൽ കൂട്ടുകുടുംബത്തിലാണ്. അപ്പം ഇങ്ങനെ എം ഷായുടെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അതൊരു സാമാന്യവൽക്കരിക്കുന്ന രീതിയാണ്. കാര്യം എന്താണ്, കൂട്ടുകുടുംബ വ്യവസ്ഥ അതിവേഗം ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു കോമൺ സെൻസ് രീതി, അല്ലെങ്കിൽ കൂട്ടുകുടുംബ വ്യവസ്ഥ ഇന്ത്യയിൽ ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ്, ജോയിന്റ് ഫാമിലി ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അത് നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അതിനെതിരെ ജാഗ്രത പുലർത്തേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ് എം ഷാ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. കാരണം നമുക്ക് ശ്രദ്ധാപൂർവം താരതമ്യം പഠിത്തിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഏറ്റവും അനുഭവസിദ്ധമായ ആ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇന്ത്യയില് കൂട്ടുകുടുംബ വ്യവസ്ഥ എന്താണ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അണുകുടുംബങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു, ഏറ്റവും താഴെ ഉള്ള ജാതിയിലും ഏറ്റവും താഴ്ന്ന വർഗത്തിലും ഒക്കെ അണുകുടുംബങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ആയുർദൈർഘ്യം കൂടിയത് കൊണ്ട് ഇന്ത്യയിൽ വയസ്സായിട്ടുള്ള ആൾക്കാർ കുടുംബത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളിൽ ഇപ്പൊ എന്തുണ്ട്, ഈ പറയുന്ന രീതിയിൽ കൂട്ടുകുടുംബമാകുന്നുണ്ട്. അല്ലാതെ അണുകുടുംബങ്ങളായിട്ടല്ല ഇന്ത്യ ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എം ഷായുടെ അഭിപ്രായത്തിൽ പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേരിയേഷൻ ഓഫ് ഫാമിലി ഫോംസ്, കുടുംബത്തിന്റെ രൂപത്തിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്.